ഈ ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമൊക്കെ കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട നാശം വിതച്ച മേഖലകളിലെല്ലാം തെരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി തെരച്ചിൽ നടന്നതാണെങ്കിലും ഇപ്പോൾ ഒന്നുകൂടി തെരച്ചിൽ നടത്തുകയാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കയിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, അവിടെയും വലിയ തെരച്ചിൽ, അത്രയധികം വീടുകളും ആളുകളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. അധികം പേരെയൊന്നും ആ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അവിടെ എങ്ങനെയാണ് തെരച്ചിൽ? ധന്യ, സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ച ജനകീയ തെരച്ചിൽ മുണ്ടക്കൈ മേഖലയിൽ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്ന് തന്നെ പറയാം. കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ന് ഈ പ്രദേശവാസികളായ രജിസ്റ്റർ ചെയ്തിരുന്ന ആളുകൾ ഇവിടെ തെരച്ചിലിനായി എത്തിയത്. അതും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം, 2-3 ആളുകൾ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് തെരച്ചിലിനായി എത്തിയത്. അവർ തന്നെ പക്ഷേ അത്ര സജീവമായി രംഗത്തുണ്ടായിരുന്നുമില്ല. ആകെ നമുക്കറിയാവുന്നതുപോലെ 190 പേരാണ് ഈ ജനകീയ തെരച്ചിലിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ 47 പേർ മാത്രമാണ് ഇന്ന് ആകെ ഈ തെരച്ചിലിനെത്തിയതെന്നാണ് അല്പസമയം മുമ്പ് മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് തെരച്ചിലിനെത്തിയത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞിരുന്നതുപോലെ 11 മണി വരെ മാത്രമാണ് ഇന്ന് തെരച്ചിലിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് SPG ടീം ഈ പ്രദേശത്തിൻ്റെ സുരക്ഷ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഒരു 45 മിനിറ്റിന് ശേഷം 11 മണിയോടുകൂടി ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും ഇവിടെ നിന്ന് ഒഴിവാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾക്ക് ഇന്ന് ഇവിടെ തെരച്ചിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പോലും സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും വരാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ആളുകൾ മാനസികമായി ഇപ്പോഴും ഇതിനോട് പൊരുത്തപ്പെട്ടിട്ടില്ല. അതായത് അവർ താമസിച്ച സ്ഥലം, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ മുണ്ടക്കൈ മേഖലയിൽ പോലും ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടിൻ്റെയൊക്കെ കോൺക്രീറ്റ് ഭാഗം ഇങ്ങനെ മണ്ണിനടിയിൽ താഴ്ന്നു കിടക്കുന്ന, പൂഴ്ന്ന് ചെളി പൂണ്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ പോലും കാണാൻ കഴിയും. നോക്കൂ, ഇവിടെ ഇപ്പോഴും വീടുകളുടെ അവശിഷ്ടങ്ങൾ, വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെ നിരവധിയായ സാധനങ്ങൾ, അവരവരുടെ ജീവിതം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയതൊക്കെയും ഈ മണ്ണിനടിയിലാണ്. ഈ പ്രദേശം മുഴുവൻ അവരൊന്നിച്ച് ജീവിച്ചിരുന്ന, അവർ കളിച്ച് ജീവിച്ചിരുന്ന അവരുടെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഈ മണ്ണിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ മണ്ണ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ പൂർണ്ണമായും മണ്ണിനടിയിലായി പോയിരിക്കുന്നു. അത് ഈ ഭൂമി പൂർണ്ണമായും ചിന്നിച്ചിതറിപ്പോയ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കാണാൻ അവർക്ക് മാനസികമായി ഇപ്പോഴും അവർക്ക് അതിനുള്ള ബലമില്ല, ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നത്. അത്തരത്തിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ജനകീയ തെരച്ചിലിന് രജിസ്റ്റർ ചെയ്തിരുന്ന ഭൂരിഭാഗം ആളുകളും ഇന്ന് എത്താതിരുന്നതെന്നാണ് ഒരു പൊതുവായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു. അതുകൊണ്ട് പിന്നെയുള്ളത് മറ്റന്നാളാണ്. അത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഈ തെരച്ചിൽ ഇവിടെ നടത്താനാണ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. അത് അത്തരത്തിലൊരു കാര്യങ്ങൾക്ക് കുറേ കൂടി ഒരു സ്ട്രെസ് സർക്കാർ കൊടുക്കുന്നത്, അവരുടെ ബന്ധുക്കൾ ഉറ്റവർക്കൊക്കെ കൃത്യമായി അറിയാം ഈ ആളുകൾ ഏത് ഭാഗത്തേക്കാണ് ഒലിച്ചു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ വിലപ്പെട്ട സമ്പാദ്യങ്ങളും അവരുടെ സമ്പത്തുമൊക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക എന്നൊരു ഏകദേശ ധാരണ ഒരുപക്ഷെ അവർക്കുണ്ടാകാം. അവരുടെ വീടിരുന്ന സ്ഥലം, അതുപോലെ തന്നെ ഇത് ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ ഒരു അത്തരം ആളുകളെ അവിടേക്ക് എത്തിച്ച് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കാണാതായ ഉറ്റവരെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു വിവരം, സൂചനകൾ ലഭിക്കുമോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഇത്തരം ഒരു തെരച്ചിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ അത് ഞായറാഴ്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 6 മണിക്കോ 7 മണിക്കോ ആരംഭിക്കാമെന്നാണ് മന്ത്രി റിയാസ് അല്പസമയം മുമ്പ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ഉച്ചവരെ തുടരും. അതിൽ സന്നദ്ധ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തും. ഇപ്പോൾ നിലവിൽ മുണ്ടക്കയിലൊക്കെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് നിരവധി ആളുകൾ പല സ്ഥലത്ത് നിന്ന്, പല സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ പല മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ എന്നൊക്കെ നമുക്ക് പറയാം. അവരുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ തെരച്ചിലിനൊക്കെ പങ്കാളികളാവുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരൊക്കെ തെരച്ചിലിനൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിന്ന് 11 മണി വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. നാളെ പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രിയുടെ ഒരു ഷെഡ്യൂളൊക്കെ കൃത്യമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ 11:55 കൽപ്പറ്റ STM സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം അദ്ദേഹം ചൂരൽമലയിൽ അവിടെ എത്തും. അവിടെ ബെയിലി പാലമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ആ പ്രദേശം, അവിടേക്കാണ് അദ്ദേഹം എത്തുക. 12:15 എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നു. അതിനുശേഷം 3 മണിക്കൂർ
പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിലുണ്ടാകും. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനൊപ്പമുണ്ട്. അങ്ങനെ നാളെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതിന്റെ മുന്നോടിയായി ഇപ്പോൾ കളക്ടറേറ്റിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഇപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ച് ചില പ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട്. ആ പ്രതിനിധികളും അതുപോലെ സംസ്ഥാനത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തലുകളും നടക്കുന്നുണ്ട്. മറ്റൊന്ന് സുനിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വരുന്നതിലുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്.